അങ്ങനെ നമ്മുടെ കൊച്ചിൻ കോർണിവലില് ന്യൂ ഇയർ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇപ്പൊ കൊച്ചിയുടെ അവസ്ഥ എന്ന് വെച്ചാൽ ആള് കടന്നെടുത്ത് പൂടോലില്ലാത്ത ഒരവസ്ഥയാണ്. തിക്കും തിരക്കൊന്നുമില്ല, ട്രാഫിക് ഇല്ല. അതുകൊണ്ട് മറ്റേ പോസ്റ്റ് ഒളിമ്പിക് സിൻഡ്രം എന്നൊക്കെ പറഞ്ഞ പോലത്തെ പോസ്റ്റ് കാർണിവൽ സിൻഡ്രത്തിലൂടെ പൊക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്ര ആള് തിരക്കും പരിപാടിയൊക്കെ കണ്ടിട്ട് ഇപ്പൊ തിരക്കൊന്നും ഇല്ലാണ്ടായപ്പോ എന്തോ ഒരു ഏകാന്തത, ഒരു ഫീലൊക്കെ. ഇന്നലെ ഞാൻ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏത് പരേഡാണോ വെളിയാണോ പരേഡ് ഗ്രൗണ്ട് ഫീൽഡ് ഔട്ട് ആയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ലൊരു ശതമാനം ആൾക്കാരും പറഞ്ഞത് പരേഡ് ഗ്രൗണ്ട് ഫീൽഡ് ഔട്ട് ആയതാ പറയണേ. അതെന്തുകൊണ്ടാണെന്ന് എന്നുള്ളത് വന്ന ആൾക്കാർ മനസ്സിലായി. കാരണം വെളി ഗ്രൗണ്ടിൽ ഇപ്രാവശ്യം അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. പരേഡ് ഗ്രൗണ്ടിനേക്കാളും അടിപൊളി കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിലൊരു ഓളം വെളി ഗ്രൗണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ ക്രിസ്മസ് വിന്നർ വെളി ഗ്രൗണ്ടാണെന്ന് തന്നെ പറയേണ്ടി വരും. സാധാരണ പരേഡ് ഗ്രൗണ്ടിലായിരുന്നു കുറച്ചുകൂടി നേരത്തെയൊക്കെ നല്ല പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ ട്രീയും പിന്നെ അവിടുത്തെ പരിപാടികളൊക്കെ ഇട്ട് അത്യാവശ്യം നല്ല ഓണായിരുന്നു. പപ്പാനിയും നല്ല പപ്പാനിയായിരുന്നു. മറ്റേ പരേഡ് വെച്ച് കമ്പയർ ചെയ്യാനായിരുന്നു. അപ്പോ അടുത്ത പ്രാവശ്യം ഇതിനേക്കാളും നല്ല പവറിൽ പരേഡ് ഗ്രൗണ്ട് തിരിച്ചു വരട്ടെ എന്ന് പ്രതീക്ഷിക്കാം. കാരണം നമ്മുടെയൊക്കെ ഒരു സ്റ്റാർട്ടിങ് പരിപാടിയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മ കണ്ടോളുന്ന പരേഡ് ഗ്രൗണ്ടിലെ പരിപാടികളൊക്കെയാണ് കൂടുതലും. അതിന് ഡി ജെക്ക് വേണ്ടിയിട്ടൊക്കെ ട്യൂഷൻ ക്ലാസ് കട്ട് ചെയ്ത് പോകുന്ന ഒരു ടൈമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു നല്ലൊരു മെമ്മറിയാണ്. അപ്പോൾ പരേഡ് ഗ്രൗണ്ട് നല്ല ഉഷാറായിട്ട് തിരിച്ചാട്ടെ. ബിനാലെയൊക്കെ നടക്കണല്ലേ. ചിലപ്പോൾ അതിൻ്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ സീൻ കൊണ്ടൊക്കെ ആയിരിക്കാം. ഇപ്രാവശ്യം പപ്പാനി തന്നെ ഒരു മറ്റേ കോക്കിന്റെ ഭാഷ പറയുമെങ്കിൽ പപ്പാനിക്കൊന്നും വയ്യ, അങ്ങനത്തെ പപ്പാനിയൊക്കെ ആയിരുന്നു. സാധാരണ ബിനാലക്കാരൊക്കെ എടുക്കാറുണ്ട് പപ്പാനി, നല്ല ഫ്രീക്ക് പപ്പാനിയൊക്കെ വന്നെ. ഇപ്രാവശ്യം അത്ര രസം ഉണ്ടായില്ല പപ്പാനി. വെളി ഗ്രൗണ്ടിലെ പപ്പാനി ആയിരുന്നു കുറച്ചും കൂടി അടിപൊളിയായത്. വെളി ഗ്രൗണ്ടിൽ തന്നെ പറയാന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ അവിടെ ക്രിക്കറ്റ് കളിച്ച് നടക്കുന്ന ടൈമിൽ ഭയങ്കര നല്ല ടൈമിൽ തന്നെ അവിടെ ചേട്ടന്മാരൊക്കെ കുറച്ച് ലൈറ്റും പരിപാടിയൊക്കെ ഇട്ട് ചെറിയൊരു സെറ്റപ്പിൽ തുടങ്ങി വെച്ചാണ്. പക്ഷെ നല്ല ഒരു പ്രോഗ്രസ്സും കൺസിസ്റ്റൻസിയും ഒക്കെ വെച്ചിട്ട് ഇന്ന് കേരളത്തിന്റെ ലോകത്തുനിന്ന് തന്നെ പല തലങ്ങളിലെ ആൾക്കാർ വന്നിട്ട് വന്ന് കാണുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് കാണുമ്പോഴും ഒരു സന്തോഷം, ഒരു കൊച്ചിക്കാരെന്നുള്ള രീതിയിൽ. അല്ലെങ്കിൽ കൊച്ചിക്കാരെന്നുള്ള രീതിയിൽ തന്നെ കുറെ പേര് പറയും നിങ്ങൾക്ക് വട്ടാണ്, നിങ്ങൾ ഫുൾ അടിച്ചോളി മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരാണെന്നൊക്കെ പറയും. ഞാൻ തന്നെ ഒരുപാട് പേര് ആൾക്കാർ കണ്ടിട്ട് കുറച്ചും കൂടി അടിച്ചതിന്റെ കൊച്ചിയിൽ അടിച്ചൊളിക്കാൻ വലിയ പൈസയുടെ ആവശ്യമൊന്നുമില്ല. അങ്ങനത്തെ ഒരു മൂടാണ്. അടിച്ചു പൊളിച്ച് നടക്കണ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരെ കൂടുതൽ കൊച്ചിക്കാർ. ഇപ്പൊ ഞാൻ മറ്റേ നേരത്തെയൊക്കെ ട്രിപ്പൊക്കെ പോകുമ്പോ ഈ വലിയ സ്ഥലങ്ങളിൽ പോകുമ്പോ എല്ലായിടത്തും ചെറിയൊരു വീടാണെങ്കിൽ അവിടെ മുറ്റത്തൊരു കാറ്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു എന്നുവെച്ചാൽ കുറച്ച് സേവിങ്സ് ഉള്ള ടൈപ്സ് ആയിരിക്കും കൂടുതലും. അവർ സ്വന്തമായിട്ട് ഒട്ടും പൈസ ഇല്ലാത്ത ആൾക്കാർക്കാണ് അവർക്ക് സ്വന്തമായിട്ട് വീട് പരിപാടികളൊക്കെ ഉണ്ടാവും. പക്ഷേ കൊച്ചി വെച്ച് നോക്കാത്ത ഒരു 500 രൂപ ഡെയിലി കിട്ടവനാണെങ്കിലും അവന് 200 രൂപ കൂടി കടം വാങ്ങിച്ചിട്ട് അടിച്ചു പൊളിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ്. ഞാൻ ജനറലൈസ് ചെയ്ത് പറയണല്ല, നല്ല നല്ലൊരു ടീമുകളും ഫുൾ അടിച്ചു പൊളിക്കുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ്. അതിനനുസരിച്ച് ചെലവുണ്ട്. ഇപ്പൊ നമ്മ ഒരു 100 രൂപ വെറുതെ കൈ വെച്ചിട്ട് സേവ് ചെയ്യാന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും ഫ്രണ്ടിൽ ഷവർമ്മക്കട ഉണ്ട്. പിന്നെ പറയണ്ടല്ലോ. അപ്പോ അങ്ങനെ കുറച്ച് ഇതുണ്ട്. പിന്നെ അങ്ങനെയാണ് മൊത്തത്തിലൊരു വൈബ് ഇതാണ്. അല്ലെങ്കിൽ ഇത്രയും പേര് കൊച്ചിൻകാർ എന്ന് പറഞ്ഞിട്ട് കൊച്ചിയിലേക്ക് വരൂലല്ലോ. വേറെ എന്തോരം കേരളത്തിൽ എന്തോരം സ്ഥലങ്ങളുണ്ട്. പക്ഷെ എന്നാലും കൊച്ചിയുടെ വൈബ് വ്യത്യാസമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പപ്പാനി, ഈ ബിനാലക്കാരൊക്കെ പപ്പാനിന്റെ ഒരുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ സാന്റയും പപ്പാനിയും രണ്ടും രണ്ടാൾക്കാരാന്ന് മനസ്സിലായത്. ഈ പോർച്ചുഗീസുകാരുടെ ഒരു ആചാരമാണ് ഈ പപ്പാനിനെ കത്തിക്കാന്നുള്ളത്. ഇപ്പൊ കൊച്ചിയിൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു 5 കിലോമീറ്ററിന് ചുറ്റളവിൽ തന്നെ ഒരു 5-6 റിലീജിയസ് ആയിട്ടുള്ള പള്ളികൾ, അമ്പലങ്ങൾ എല്ലാം കാണാൻ വേണ്ടി പറ്റും. അത് വേറെ എവിടെയും അങ്ങനെ കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും കൾച്ചറൽ ഇതുള്ള ഡൈവേഴ്സിറ്റി ഉള്ള ഒരു സ്ഥലമാണ് കൊച്ചി. കൊച്ചിയിൽ വെറുതെ നടന്നാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ജെയിൻ ടെമ്പിൾ, സിനഗോഗ്, അത് ഇത് മറ്റേ മറിച്ചത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അത്രയും കൾച്ചേഴ്സ് വന്നാണ് പോർച്ചുഗീസുകാരുടെ കൾച്ചറാണ് പപ്പാനെ കത്തിക്കുക എന്നുള്ളത്. അപ്പൊ ഞാൻ ചെറുപ്പത്തിൽ ആലോചിക്കുമായിരുന്നു ഈ നല്ല ഈ ഗിഫ്റ്റും പരിപാടിയൊക്കെ കൊടുക്കുന്ന സാന്റിന് എന്തിനാണ് ഇവരെല്ലാവരും പിടിച്ച് കത്തിക്കണമെന്നൊക്കെ ആലോചിക്കുന്നത്. പക്ഷെ അത് വേറെയാണ്, ഇത് വേറെയാണ്. അപ്പൊ പപ്പായനെയാണ് കത്തിക്കണത്. ഈ ക്രിസ്മസിന്റെ ടൈമിൽ എൻ്റെ ഒരു ഫ്രണ്ട് വന്നപ്പോൾ അവനും ഈ ഒരു സംശയം വന്നു, സാന്റനല്ലേ കത്തിക്കണമെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ പപ്പായനെയാണ് കത്തിക്കണത്. അപ്പൊ ആദ്യം അത് ഫോർട്ട് കൊച്ചി ബീച്ചിലായിരുന്നു ആ പരിപാടി നടന്നതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്. ഞാനിങ്ങനെ നടന്ന് ബീച്ചിന്റെ അവിടെ പോകുമ്പോൾ ഇങ്ങനെ പപ്പായനെ ഒരുക്കിയേക്കണാണ്. കത്തിക്കണവരെ നിൽക്കൂല, ഭയങ്കര തിക്കും തിരക്കാന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു.
പിന്നെ കടല് കയറി കഴിഞ്ഞപ്പോഴാണ് പിന്നെ പരേഡ് ഗ്രൗണ്ടിലേക്ക് ആ ഒരു സെറ്റിങ് മാറിയതും അടിപൊളിയായിട്ട് നടക്കാതെ. പിന്നെ വെളി ഗ്രൗണ്ടിന് കുറച്ചും കൂടി എക്സ്പോഷർ കിട്ടി. ആ, ആ കുറച്ച് പോലെ മറ്റേ ഏഷ്യാസ് ബിഗ്ഗസ്റ്റ് ക്രിസ്മസ് ട്രീ എന്നൊക്കെ പറഞ്ഞ് ഹൈപ്പ് കയറി 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 നല്ല അത്യാവശ്യം നല്ല ആളുകളൊക്കെ വരാൻ തുടങ്ങി. പിന്നെ അവിടെ നല്ല ഷോപ്സ് വരാൻ തുടങ്ങി. നല്ലൊരു എക്കോസിസ്റ്റം അവിടെ വന്ന്. അപ്പൊ ഇനിയുള്ള കൊല്ലങ്ങളിൽ ഇതുപോലെ അടിപൊളി പരിപാടികൾ എല്ലായിടത്തും വരട്ടെ. കൊച്ചിയിൽ മൊത്തം നല്ല പരിപാടികൾ വരട്ടെ. അതോടെ ടൂറിസവും എല്ലാം നല്ല രീതിക്ക് വളരട്ടെ. നല്ല ബിസിനസ് ഉണ്ടാവട്ടെ ഇവിടെ. എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റണം എന്നുവെച്ചാൽ നമ്മുടെ ഒരു സംസ്കാരം പരിപാടികള് മൊത്തം ലോകം മൊത്തം അറിയണം എന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ പറയണത്. എന്ന് വെച്ചാല് എല്ലാവരും കൂടി വരുമ്പോ അതൊരു വൈബാണ്. നമുക്കൊരു പ്രൗഡ് മൊമെന്റ് ആണ്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ കുറെ പേര് ഇങ്ങനെ പറയാറുണ്ട്, "ഓ, കൊച്ചിയില് അടിപൊളിയാണല്ലേ ഒറ്റ മറിച്ച്." അല്ലാണ്ട് ഈ കള്ളും കഞ്ചാവും മയക്കുമരുന്നിന്റെ പേരില് കൊച്ചി അറിയപ്പെടുന്നത് മോശമാണ്. എന്നുവെച്ചാൽ കുറച്ച് ഭാഗം ആൾക്കാർ ഈ ഇങ്ങനത്തെ പരിപാടികളിൽ ഏർപ്പെടുന്നതുകൊണ്ട് കൊച്ചിയുടെ മൊത്തത്തിലൊരു ഇമേജ് ബാധിക്കണ ഭയങ്കര മോശമാണ്. ഞാനൊക്കെ ഒരു നല്ലൊരു ടൈമിൽ ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ശരി. ഞാൻ പണ്ട് ഈ +2 ഞാൻ ഇതേപോലെ മൂവാറ്റുപുഴ ഒരു സ്കൂളിൽ പോയപ്പോൾ ഈ +2 ആണല്ലോ അവിടെ ഈ റാഗിങ് പരിപാടിയൊക്കെ ഉണ്ടാകുന്ന ഞാൻ ആദ്യം തന്നെ ഇടുന്നത് എവിടെ നിന്നാ പറയുമ്പോൾ ഞാൻ പറയും മട്ടാഞ്ചേരി എന്നൊക്കെ പറയുന്നത്. അപ്പൊ പിന്നെ അവര് "ഓ, അയ്യോ മട്ടാഞ്ചേരി എന്നാണല്ലോ" എന്നൊക്കെ രീതിയിൽ പേടിച്ച് ആ ഒരു സാധനമൊക്കെ ഉണ്ടായി. ഇപ്പൊ ഞാനത് ആലോചിക്കണ്, അങ്ങനെയല്ല നമ്മള് അറിയപ്പെടേണ്ടത്. നമ്മ കുറച്ചും കൂടി നമ്മുടെ ഒരു കൾച്ചർ പരിപാടികളൊക്കെ ഈ എനിക്ക് തോന്നുന്നു സിനിമകളും ഒരുപാട് നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ മട്ടാഞ്ചേരിയിൽ. ഫുള്ള് മറ്റേ ഗുണ്ടകളാണ്, അതാണ് മറ്റേതാണ്, ഇങ്ങനത്തെ ഒരു സെഗ്മെന്റ് ഓഫ് പീപ്പിൾസ് എല്ലാ നാട്ടിലും ഉണ്ട്. പക്ഷെ അതിങ്ങനെ ജനറലൈസ് ചെയ്യുമ്പോ അത് മോശമാണ്. ഇപ്പൊ ഇങ്ങനെയുള്ളവര് അങ്ങനെ ആവാനും ഒരു സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അതിന്ന് മാറ്റി നിർത്തണമെങ്കിൽ അവിടെ നല്ല ഡെവലപ്മെന്റ്സ് വരണം. അങ്ങനെ നല്ല ഡെവലപ്മെന്റ്സ് പരിപാടികള് ഇനി നമ്മുടെ കൊച്ചിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീരാനുള്ള പ്രശ്നങ്ങളുള്ളൂ. ആരും ഇപ്പൊ ഈ വേണോന്ന് വിചാരിച്ചിട്ടല്ല അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോ പരിപാടികൾക്ക് ഇറങ്ങണ്. അതുപോലെ ഇതിന്ന് മാറ്റി നിർത്താനും നമ്മ സൊസൈറ്റി എന്നുള്ള രീതിയിൽ നമുക്കും അതിന് ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാർ ഇതിലേക്ക് വീഴ്ന്നു പോവാതിരിക്കാനും അതിന് തടയറലും നമ്മുടെ ഇതാണ്. എല്ലാം നല്ല രീതിക്ക് സെറ്റാണെന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയക്കാരുടെ പ്രസംഗം പോലെയല്ലേ. അപ്പൊ ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പൊ അടുത്ത പ്രാവശ്യം കാർണിവലിൽ കുറച്ചും കൂടി നൈസ് ആവട്ടെ. കൊച്ചിക്കാരുടെ വൈബ് മൊത്തം അറിയട്ടെ. എല്ലാവരും നമ്മുടെ നമ്മുടെ ഒരു പവർ, സ്ട്രെങ്ത്, ഒരു ഒത്തൊരുമ ഇത് എല്ലാവരും അറിയണം. ഇനിയും ഒരുപാട് പേര് കൊച്ചിയിലേക്ക് വരട്ടെ. ഇവിടെയും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇനിയും വരട്ടെ. ഇപ്പൊ ഇപ്രാവശ്യം അവിടെ പോയി പരിപാടി കണ്ട ആൾക്കാര് ഒരുവിധ ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടാവും അടുത്ത കൊല്ലം നമുക്ക് ഇതേപോലെ ഒരു പരിപാടി അവരെ നാട്ടിൽ സെറ്റ് ചെയ്താലോ, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അവിടെ തന്നെ അത്ര ആൾക്കാർ തന്നെയാണ്. ഇത്ര ആൾക്കാർ ഗ്യാദർ ചെയ്യുമ്പോൾ അത് അത്രയും നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ആ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ആൾക്കാർക്ക് കുറച്ചുകൂടി വൈബ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് കൊച്ചിയുടെ കാര്യങ്ങൾ. അപ്പം അടുത്ത കൊല്ലം അടിപൊളിയായിട്ട് ഇനിയും വരട്ടെ. താങ്ക് യു.